ബിരിയാണിക്ക് ഇത് സർ ജാതി മതമല്ല. ബിരിയാണി ഈസ് എൻ എമോഷൻ. ഹലോ ഫ്രണ്ട്സ്, ഹായ്. നമ്മളിപ്പോൾ കേട്ടതുപോലെ നമ്മൾ ഇന്ത്യക്കാർക്ക് ബിരിയാണി ഒരു ഇമോഷനാണ്. അപ്പോൾ നമുക്കിന്നൊരു കേരള സ്റ്റൈലിൽ ചിക്കൻ ദം ബിരിയാണി ചെയ്യാം. ആദ്യമായി ഞാനിവിടെ 2 മീഡിയം സവാള കുറച്ച് പഞ്ചസാര ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ശേഷം ഒരു പാനിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് ആദ്യം മാറ്റിവെച്ച സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് ഇളക്കിയതിനാൽ സവാള ക്രിസ്പിയും ടേസ്റ്റിയുമായിരിക്കും. ശേഷം അതേ ഓയിലിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി എന്നിവ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ബിരിയാണിയുടെ രണ്ടാമത്തെ ഘട്ടമായ റൈസ് തയ്യാറാക്കുന്നതിനായി ഒരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കുറച്ച് സ്പൈസസും ഇട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. അതിലേക്ക് അരമുറി സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് വഴറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ജീരകശാല അരിയും ചേർത്ത് കുറച്ചു നേരം റോസ്റ്റ് ചെയ്ത് ഇരട്ടി വെള്ളവും ഒഴിച്ച് അരമുറി നാരങ്ങ ജ്യൂസും ചേർത്ത് ആവശ്യത്തിന് കല്ലുപ്പും ഇട്ട് വേവിച്ചെടുക്കുക. വെള്ളം വറ്റിയാൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്ത് അടപ്പ് അടയ്ക്കുക. ബിരിയാണിയുടെ അടുത്ത ഘട്ടം തയ്യാറാക്കാനായി ആദ്യം സവാള ഫ്രൈ ചെയ്ത ഓയിലും അതോടൊപ്പം 1 ടീസ്പൂൺ ബട്ടറുമാണ് എടുക്കുന്നത്. അതിലേക്ക് 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും 6 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. വാടി വരുമ്പോഴേക്ക് കുറച്ച് പുതിന പേസ്റ്റാക്കി ചേർക്കുക. ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. മറ്റ് മസാലകളൊന്നും തന്നെ ഞാനിവിടെ ചേർക്കുന്നില്ല. ശേഷം അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ആഡ് ചെയ്ത് ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് ഇളക്കുക. ഈ ഒരു സ്റ്റേജിൽ മാത്രമാണ് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത്. കുറച്ച് വെള്ളവും ചേർത്ത് 15 മിനിറ്റ് അടച്ചു വേവിക്കുക. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ കുറച്ച് തൈരും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ചേർത്ത് ഇളക്കുക. ഗ്രേവി കുറുകി വന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അടുപ്പിലേക്ക് പഴയ ഒരു പാൻ വെച്ച് അതിലേക്കാണ് ഞാൻ മസാല വയ്ക്കുന്നത്. ശേഷം അതിന് മുകളിലായി കുറച്ച് മല്ലി പുതിന ഇല തൂകി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യുക. അതിന് മുകളിലായി ഞാൻ 2 ടീസ്പൂൺ ഗീ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗീ ഉപയോഗിക്കാവുന്നതാണ്. ശേഷം ഗാർണിഷ് ചെയ്യാനായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നട്ട്സും കുറച്ച് പുതിന മല്ലിയിലയും ചേർത്ത് ദമ്മ് മൂടുവാൻ പോവുകയാണ്. ആവി പുറത്തു പോകാതിരിക്കാനായി മുകളിൽ വെയിറ്റും വയ്ക്കേണ്ടതുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ആ നെയ്യുടെയും അതുപോലെ തന്നെ ആ റൈസിൻ്റെയും മണം നമ്മുടെ മൂക്കിൽ ഭയങ്കരമായിട്ട് അടിച്ച് കയറുന്നുണ്ട്. കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന കുക്കിംഗ് പ്രോസസ്സ് ആണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും തന്നെ ഇല്ല. ആ ഒരു നെയ്യും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജീരകശാല അരി ആയതുകൊണ്ടും ടേസ്റ്റ് വൈസ് ഒരു രക്ഷയുമില്ല. റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പപ്പടവും സലാഡും അച്ചാറുമാണ് ബിരിയാണിയുടെ കോമ്പിനേഷൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.